ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഭിന്നക ഗുണിതം എന്ന പാഠഭാഗത്തിലെ പേജ് 89-ലെ 4ഉം 5ഉം 6ഉം ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് 4ാമത്തെ ചോദ്യം വായിക്കാം. 4ാമത്തെ ചോദ്യം, The figure shows two squares with the two corners joined. Find the length of the slanted line. രണ്ട് സ്ക്വയർ മൂലകള് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ലൈനിന്റെ ലെങ്ത് ആണ്. അപ്പൊ 4ാമത്തെ ചോദ്യത്തിന്റെ ചിത്രമാണ് വരച്ചിട്ടിരിക്കുന്നത്. രണ്ട് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ചെറിയൊരു സ്ക്വയറും വലിയൊരു സ്ക്വയറും. ഈ വലിയ സ്ക്വയറിന്റെ ഒരു വശം 3 സെന്റിമീറ്ററും ചെറുതിന്റെ 2 സെന്റിമീറ്ററുമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതായി ഈ ചരിഞ്ഞ വരയുടെ നീളം. മൂലയോട് മൂല ചേർത്ത് വരച്ചിരിക്കുന്ന ഈ വരയുടെ നീളമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് ഡയഗണലായിട്ട് വരത്തില്ലേ? ഈ രണ്ട് സ്ക്വയറിലും ഡയഗണലായിട്ട് വരും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഡയഗണലിന്റെ ലെങ്ത്, അതായത് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. ഈ ട്രയാങ്കിൾ ആയിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ്, അതുപോലെ തന്നെ ഇവിടെ. അപ്പോൾ നമുക്ക് രണ്ട് സ്ക്വയറിലും ഓരോ ഇതിനെ ട്രയാങ്കിൾ ആയിട്ട് എടുത്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇൻ ദ ഫസ്റ്റ് സ്ക്വയർ, ആദ്യത്തെ സ്ക്വയറിൻ്റെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പം 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്ര വരും? 3 സ്ക്വയർ 9 പ്ലസ് 9 ഈക്വൽസ് 18. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 18 ആയാൽ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽസ് റൂട്ട് ഓഫ് 18. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽസ് റൂട്ട് ഓഫ് 18. റൂട്ട് 18 നമുക്ക് 9 × 2 എന്ന് എഴുതിക്കൂടെ? 9 × 2. റൂട്ട് ഓഫ് 9, റൂട്ട് 9 ഇത് സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് 9 × റൂട്ട് 2 എന്ന് എഴുതാം. 9ന്റെ റൂട്ട് നമുക്കറിയാം എത്രയാണ്? അത് പൂർണ്ണവർഗമാണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 3 × 3 is 9. സോ റൂട്ട് 9 is 3 × റൂട്ട് 2 ഈക്വൽസ് 3 റൂട്ട് 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 3 റൂട്ട് 2 എന്ന് കിട്ടി. 3 റൂട്ട് 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഈ വലിയ സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത്. ഇനി നമുക്ക് ചെറിയ സ്ക്വയർ കാണാം. എന്ത്? സെക്കൻഡ് സ്ക്വയർ, ദറ്റ് ഈസ് സ്മോൾ സ്ക്വയർ. അവിടെയും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽസ് 4 പ്ലസ് 4. 4 പ്ലസ് 4 എത്രയാ? 8. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 8 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8. റൂട്ട് 8 നമുക്ക് 4 × 2 എന്ന് എഴുതിക്കൂടെ? ഒരെണ്ണം പെർഫെക്റ്റ് സ്ക്വയർ, ഒന്ന് അല്ലാത്തത്. അപ്പം റൂട്ട് 4 × റൂട്ട് 2. 4ന്റെ റൂട്ട് നമുക്കറിയാം എത്രയാണ്? 2 × 2 is 4. സോ റൂട്ട് 4 is 2. 2 റൂട്ട് 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ചെറുതിൻ്റെ കിട്ടി. എത്ര കിട്ടി? 2 റൂട്ട് 2 സെന്റിമീറ്റർ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? അപ്പം ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ലാൻഡഡ് ലൈൻ. Therefore, length of the slanted line equals 3 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2. നമുക്കിത് ആഡ് ചെയ്യാൻ അറിയാം അല്ലേ? 3 റൂട്ട് 2 2 റൂട്ട് 3ഉം 2 എത്ര റൂട്ട് 2? 5 റൂട്ട് 2, 5 റൂട്ട്. ഇനി റൂട്ടിൻ്റെ വാല്യൂ കൊടുക്കാം. 5 × 1.414 എത്ര കിട്ടും? 1.414 × 5. 1.414 × 5. 5 4 20, 2 7, 5 4 20, 0 2 7.07
സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്ലാൻഡർ ലൈൻ എത്ര കിട്ടി? 7.07 സെൻറ്റിമീറ്റർ. ഇതാണ് 4ാമത്തെ ചോദ്യം. മനസ്സിലായോ? ഇനി നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ഈസ് പെരിമീറ്റർ. അതായത് ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. ആ റൈറ്റ് ട്രയാങ്കിളിൽ 2 സൈഡ് നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഈ 3ാമത്തെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നുണ്ട്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഓൾസോ ഈസ് പെരിമീറ്റർ. എന്നിട്ട് അതിൻ്റെ ചുറ്റളവ് കൂടി കാണാൻ പറയുന്നുണ്ട്. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിൻ്റെ ഫിഗറാണ് വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3ാമത്തെ സൈഡ്, ഈ സൈഡ് കണ്ടുപിടിക്കണം. ഈ സൈഡ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് കിട്ടും 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഈ സൈഡ് നമുക്ക് 18 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ചതുരത്തിൽ നിന്ന് ഒരു സൈഡ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 സൈഡും കണ്ടുപിടിക്കാം. ഇത് ഫസ്റ്റ് സ്ക്വയർ എന്നും ഇതിന് സെക്കൻഡ് സ്ക്വയർ എന്നും പേര് കൊടുക്കുന്നു. ഏരിയ ഓഫ് ഫസ്റ്റ് സ്ക്വയർ ഈക്വൽസ് 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ എങ്ങനെയാണ്? വശം ഗുണം വശം. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 50. Therefore എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 50. 50 നമുക്ക് എങ്ങനെ എഴുതാം? 25 ഇൻറ്റു 2. 25 പൂർണ്ണവർഗമാണ്. അതുകൊണ്ടാണ് 25 ഇൻറ്റു 2 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. 25ൻ്റെ റൂട്ട് എത്ര? ഇത് നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ഈക്വൽസ് ഇതിനെ 2 എഴുതിക്കൂടെ? റൂട്ട് ഓഫ് 25 ഇൻറ്റു റൂട്ട് ഓഫ് 2. 25ൻ്റെ റൂട്ട് 5 റൂട്ട് 2 5 റൂട്ട് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം നമുക്ക് ഈ സൈഡ് കിട്ടി. എത്ര? 5 റൂട്ട് 2. ഇനി ഏരിയ ഓഫ് സെക്കൻഡ് സ്ക്വയർ. ഏരിയ ഓഫ് സെക്കൻഡ് സ്ക്വയർ 18 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 18. Therefore എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 18. ഈ 18 നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 2. ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഒന്ന് അല്ലാത്ത സംഖ്യയും. 9 ഇൻറ്റു 2. ഇത് നമുക്ക് 2 എഴുതാം. റൂട്ട് ഓഫ് 9. റൂട്ട് 9 ഇൻറ്റു റൂട്ട് 2. റൂട്ട് 9 ഈസ് 3. 3 ഇൻറ്റു റൂട്ട് 2 ഈസ് 3 റൂട്ട് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 2 സൈഡ് കിട്ടി. ഇതാ ഈ സൈഡ് 3 റൂട്ട് 2 എന്ന് കിട്ടി. അപ്പോൾ 3ാമത്തെ സൈഡ് നോക്കിക്കേ. പൈതോറസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ? ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് altitude square. In right triangle hypotenuse square is equal to base square plus altitude square. ഇത് നമുക്ക് 90യുടെ ഓപ്പോസിറ്റാ 5 റൂട്ട്. അപ്പോൾ അത് ഏതാണ്? ഹൈപ്പോട്ടിന്യൂസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് അറിയാം. ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്യാം. 5 റൂട്ട് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയറും എടുക്കണം, റൂട്ട് 2ൻ്റെ സ്ക്വയറും എടുക്കണം. അത് കണക്ക് 3യുടെ സ്ക്വയറും എടുക്കണം, റൂട്ട് 2ൻ്റെ സ്ക്വയറും എടുക്കണം, പ്ലസ് എ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എത്ര? 25. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഈസ് 2. 3യുടെ സ്ക്വയർ 9. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 പ്ലസ് എ സ്ക്വയർ. 50 ഈക്വൽസ് 18 പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. 50 ഈക്വൽസ് 18 പ്ലസ് എ സ്ക്വയർ. Therefore എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 50 മൈനസ് 18. 50 18 പോയാൽ എത്ര വരും? 32. 32. Therefore എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 32. 32 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 16 ഇൻറ്റു 2 എന്ന് എഴുതാം. 16 2s are 32 ഈക്വൽസ്
റൂട്ട് 16 ഇൻറ്റു റൂട്ട് 2. അപ്പോൾ റൂട്ട് 16 എത്ര? 4. 4 ഇൻറ്റു റൂട്ട് 2 ഈക്വൽസ് 4 റൂട്ട് 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തേർഡ് സൈഡ് കിട്ടി. ഇതെത്ര? 4 റൂട്ട് 2. തേർഡ് സൈഡ് ഈക്വൽസ് 4 റൂട്ട് 2 സെൻറ്റിമീറ്റർ. ഇനി 3 സൈഡും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ കിട്ടുന്നത്, ചുറ്റളവ്. പെരിമീറ്റർ ഈക്വൽസ് ഏതൊക്കെയാണ്? 4 റൂട്ട് 2 പ്ലസ് 3 റൂട്ട് 2 പ്ലസ് 5 റൂട്ട് 2. എത്ര വരും? 4 റൂട്ട് 2, 4 3 7. ആദ്യ സംഖ്യകൾ മാത്രം കൂടെ 4 3 7 5 12. പിന്നെ അതിൻ്റെ കൂടെ റൂട്ട് 2 ഇട്ടാൽ മതി. ഇങ്ങനെയാണ് ആഡ് ചെയ്യാനുള്ള എളുപ്പ വഴി. ആദ്യ സംഖ്യകൾ കൂട്ടുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു റൂട്ട് കൂടെ ചേർത്താൽ മതി. 4 3 7 5 12. ഇനി റൂട്ട് 2ന് വില കൊടുക്കാം. 12 ഇൻറ്റു 1.414. അപ്പോൾ 1.414 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 1.414 ഇൻറ്റു 12. 4 2 8 2 4 2 8 2 4 1 4 1 8 6 9 6 1. 3 പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുമ്പോൾ 16.968 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 16.968 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ഇതാണ് 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം, ദ പ്രോഡക്റ്റ് ഓഫ് സം ഓഫ് ദ പേഴ്സ് ഓഫ് നമ്പേഴ്സ് ബിലോ ആർ നാച്ചുറൽ നമ്പേഴ്സ് ഓഫ് ഫ്രാക്ഷൻസ്. ഫൈൻഡ് ദോസ് പേഴ്സ്. കുറേ പേഴ്സ്, 6 ചോദ്യം തന്നിട്ടുണ്ട്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യകളാണോ അതോ ഫ്രാക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത് റൂട്ട് 3 റൂട്ട് 12. ഈ 2 പേര് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12. ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് ചെയ്താലോ? റൂട്ട് ഓഫ് 3 ഇൻറ്റു 12 ഈക്വൽസ് റൂട്ട് 12 3 36 റൂട്ട് 36. എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഈ 6 നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻസ് ആണോ? നാച്ചുറൽ നമ്പർ അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 2 3 ഇങ്ങനെയുള്ളതാണ് നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത്. അതായത് ഇറ്റ് ഹാസ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഫ്രാക്ഷൻസ് that can be in the form P/Q 1/2. ഇതെല്ലാം ഫ്രാക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 6 എത്രയാണ്? ആൻസർ എന്താണ് വരുന്നത്? നാച്ചുറൽ നമ്പർ. ഇനി 2ാമത്തെ ചോദ്യം, റൂട്ട് 3 ഇൻറ്റു റൂട്ട് 1.2. റൂട്ട് 3 ഇൻറ്റു റൂട്ട് ഓഫ് 1.2 ഈക്വൽസ് റൂട്ട് ഓഫ് 3 ഇൻറ്റു 1.2. അപ്പം ഡെസിമൽ ഇല്ല മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3.12 3 36. ഒരു പ്ലേസ് ഡെസിമൽ ഇടുമ്പോൾ 3.6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെന്താണ്? ഒന്നുമല്ല അല്ലേ? നാച്ചുറൽ നമ്പറും അല്ല ഫ്രാക്ഷനും അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻറ്റു ഇട്ടത്. ഇനി 3ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യത്തിൽ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8. റൂട്ട് 5 റൂട്ട് 8. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 ഈക്വൽസ് റൂട്ട് ഓഫ് 5 ഇൻറ്റു 8 ഈക്വൽസ് റൂട്ട് ഓഫ് 5 ഇൻറ്റു 8 ഈസ് റൂട്ട് 40 അല്ലേ? അപ്പം 4 ഇൻറ്റു 10 എന്ന് എഴുതിക്കൂടെ? റൂട്ട് 4 ഇൻറ്റു റൂട്ട് ഓഫ് 4 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 4. റൂട്ട് 4 ഈസ് 2 റൂട്ട് 10. ഇതും നാച്ചുറൽ നമ്പറും എന്താണ്? ഫ്രാക്ഷനും അല്ല. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കിയേ. റൂട്ട് ഓഫ് 0.5 ഇൻറ്റു റൂട്ട് 8. അപ്പം നമുക്ക് റൂട്ട് ഓഫ് 0.5
into root 8 equals root of 0.5 into 8. ഡെസിമൽ നോക്കാം. നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ 8 5 40. ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുമ്പോൾ √4. √4 ഈസ് 2 അല്ലേ? റൂട്ട് ഓഫ് 4 ഈക്വൽസ് 2. അപ്പോൾ ഇതെന്താണ്? നാച്ചുറൽ നമ്പർ. ഓക്കെ, ഞാൻ അടുത്ത അഞ്ചാമത്തത് റൂട്ട് 7.5 റൂട്ട് 3 and 1/3. റൂട്ട് ഓഫ് 7 and 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 3 and 1/3 ഈക്വൽസ് റൂട്ട് ഓഫ് 7 and 1/2. 7 2s 14 plus 1 15/2 ഇൻറ്റു റൂട്ട് ഓഫ് 3 ആണ്. 3 3s 9 plus 1 10/3. ഇത് നമുക്ക് ഒരുമിച്ച് എഴുതിക്കൂടെ? ഈക്വൽസ് റൂട്ട് ഓഫ് 15/2 ഇൻറ്റു 10/3. 15/2 ഇൻറ്റു 10/3 equals root of 15 into 10 150/6. 150യെ 6 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര വരും? റൂട്ട് 25 എന്ന് വരും. 25 ഈക്വൽസ് 5. അപ്പോൾ ഇതെന്തായിട്ട് വരും? നാച്ചുറൽ നമ്പറായിട്ട് വരും അല്ലേ? ഇനി ആറാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യത്തിൽ റൂട്ട് ഓഫ് 2/5 റൂട്ട് ഓഫ് 1/10 ഈക്വൽസ് റൂട്ട് ഓഫ് 2/5 ഇൻറ്റു റൂട്ട് ഓഫ് 1/10 ഈക്വൽസ് റൂട്ട് ഓഫ് 2/5 ഇൻറ്റു 1/10. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. 2 ഉം 10 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. 2 into 1 2/5 into 10 50. രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും? 50 ആണ്. റൂട്ട് ഓഫ് 1/25 equals root of 1 is 1, 25 is 5. എന്തായിട്ട് വരും? ഫ്രാക്ഷൻ ആയിട്ട് വരും അല്ലേ? അപ്പം എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. പേജ് 89 6 ചോദ്യവും ചെയ്തു കഴിഞ്ഞു. ഇന്നിപ്പം 3 എണ്ണം ചെയ്ത് ബാക്കി മുൻപെയുള്ള ക്ലാസ്സുകളിൽ ചെയ്തു കഴിഞ്ഞു. ഈ എക്സസൈസ് തീർന്നിരിക്കുകയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷനുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.